ഹെൽത്തി ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നിപ്പോൾ കൂടുതൽ വത്സനേറ്ററുകളൊന്നും ഇല്ലാണ്ട് ഡയറക്റ്റായിട്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറച്ചൊരു തലവേദന പിടിച്ചൊരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. വേറെ ഒന്നുമല്ല, മൈഗ്രെയിൻ. മൈഗ്രെയിൻ എല്ലാവർക്കും അറിയാമായിരിക്കും ഒരു തലവേദനയാണ്. എന്നാൽ വെറും ഒരു തലവേദനയല്ല. പിന്നെ എന്താണ് മൈഗ്രെയിൻ? മൈഗ്രെയിൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷനാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് തലവേദന തന്നെയാണ്. ആ തലവേദനയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. എപ്പിസോഡിക് ആയിട്ടുണ്ടാകുന്ന യൂണിലാറ്ററൽ ഹെഡേക്സ് ആണ് മൈഗ്രെയിനിൽ ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ ആവർത്തിച്ച് വീണ്ടും വരുന്ന ഒരു സൈഡിനെ മാത്രം, അതായത് ഒന്നല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ റൈറ്റ് സൈഡിനെ മാത്രം ബാധിക്കുന്ന തരത്തിലുള്ള തലവേദന. അത് തന്നെ ഒരു പൾസറ്റൈൽ സെൻസേഷൻ പോലെ, അതായത് നമ്മളുടെ തലയുടെ ഒരു വശത്തിരുന്നിട്ട് എന്തോ ഒന്നിങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. അത്തരത്തിലുള്ളൊരു തലവേദനയാണ് മൈഗ്രെയിനിൽ കണ്ടുവരാറുള്ളത്. ഇപ്പറഞ്ഞ തലവേദനയുടെ തീവ്രതയും അത് എത്ര സമയം നീണ്ടു നിൽക്കുന്നു എന്നുള്ളതും ഒരു എപ്പിസോഡ് കഴിഞ്ഞിട്ട് അടുത്ത എപ്പിസോഡ് വരെയുള്ള ആ ഒരു ഇൻ്റർവെല്ലും ഓരോരുത്തരിലും വ്യത്യസ്തമായിരിക്കും. എന്ന് വെച്ചാൽ ചിലർക്ക് മൈഗ്രെയിൻ്റെ തലവേദന മണിക്കൂറുകൾ മാത്രം നീണ്ടു നിൽക്കുമ്പോൾ മറ്റു ചിലർക്ക് അത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കാം. അതിൻ്റെ തീവ്രത നോക്കുകയാണെങ്കിൽ ചിലർക്ക് മൈൽഡായിട്ടുള്ള തലവേദന ആയിരിക്കും. അത് അവരെ പ്രത്യേകിച്ച് അത് ബാധിക്കുന്നൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു തലവേദന. പക്ഷേ ചിലർക്ക് അത് അത്രയധികം സിവിയർ ആയിരിക്കും. എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പോലും പറ്റില്ല. അത്രയധികം സിവിയർ ആയിട്ടും മൈഗ്രെയിൻ വരാറുണ്ട്. പിന്നെ ഒരു എപ്പിസോഡ് മുതൽ അടുത്ത എപ്പിസോഡ് വരെയുള്ള ആ ഒരു ഇൻ്റർവെൽ എന്ന് പറയുന്നത് ചിലർക്ക് ഒരാഴ്ചയിൽ തന്നെ ഇത് മൾട്ടിപ്പിൾ ടൈംസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരാം. ചിലർക്കത് മാസങ്ങൾക്ക് ശേഷമായിരിക്കാം. അപ്പം അത് ഓരോരുത്തരിലും വ്യത്യസ്തമാണ്. തലവേദന മാറ്റി നിർത്തിയാൽ മറ്റുള്ള ലക്ഷണങ്ങളെന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടുവരുന്ന ഛർദ്ദിക്കാനുള്ളൊരു ടെൻഡൻസി, അതായത് നോസിയ, അതുപോലെ ഛർദ്ദിൽ, പിന്നെ ലൈറ്റിനോടും സൗണ്ടിനോടും ഒക്കെയുള്ള ഇറിറ്റേഷൻസ്, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളും മൈഗ്രെയിനിൽ കണ്ടുവരാറുണ്ട്. ഈ മൈഗ്രെയിൻ ഹെഡേക്സിനെ ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും ഓരോരുത്തരിലും ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും. എല്ലാവർക്കും ഒരേ കാരണങ്ങളായിരിക്കണം എന്നില്ല ഈ ഹെഡേക്സിനെ ട്രിഗർ ചെയ്യുന്നത്. പൊതുവെ നോക്കുകയാണെങ്കിൽ മെൻ്റൽ സ്ട്രെസ്, അതായത് നമ്മളുടെ മാനസിക സമ്മർദ്ദം ഒരു കാരണമാണ്. പിന്നെ ഹോർമോണൽ വേരിയേഷൻസ്, അത് എസ്പെഷ്യലി സ്ത്രീകളിലാണ് കണ്ടുവരാറുള്ളത്. ചിലർക്ക് പീരീഡ്സിന് മുമ്പായിട്ടൊക്കെ ഇങ്ങനെ മൈഗ്രെയിൻ ഉണ്ടാവാറുണ്ട്. അത് പ്രീ മെൻസ്ട്രുവൽ മൈഗ്രെയിൻ എന്ന് പറയും. ചിലർക്ക് ഓവുലേഷൻ്റെ സമയത്തായിരിക്കാം, പ്രഗ്നൻസിയുടെ സമയത്ത്, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഹോർമോണൽ വേരിയേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ള സമയങ്ങളിലൊക്കെ മൈഗ്രെയിൻ ചിലർക്ക് കണ്ടുവരാറുണ്ട്. ഇത് കൂടാതെ നോക്കുകയാണെങ്കിൽ ഇനി ആഹാരത്തിലേക്ക് വരികയാണെങ്കിൽ ചിലർക്ക് മീൽസ് സ്കിപ്പ് ചെയ്യുന്നത് കൊണ്ട് മൈഗ്രെയിൻ ഉണ്ടാവാറുണ്ട്. അതുപോലെ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ലെങ്കിൽ, നമ്മൾ മുമ്പേ കഴിച്ച ഭക്ഷണം ദഹിക്കുന്നതിന് മുമ്പ് അടുത്ത ഫുഡ് കഴിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചില സമയത്ത് മൈഗ്രെയിൻ ഹെഡേക്സ് ട്രിഗർ ചെയ്യപ്പെടാറുണ്ട്. അതുപോലെ ആൽക്കഹോൾസിൻ്റെ യൂസ്, അതായത് മദ്യപാനം ചിലരിൽ മൈഗ്രെയിൻ ട്രിഗർ ചെയ്യപ്പെടുത്താറുണ്ട്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ചില സ്മെല്ലുകൾ, എസ്പെഷ്യലി പെർഫ്യൂമിൻ്റെ സ്മെൽ, അത് നമ്മൾ തന്നെ യൂസ് ചെയ്യണം എന്നില്ല. നമ്മൾ ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരാൾ വളരെയധികം തീവ്രമായിട്ടുള്ള എന്തെങ്കിലും പെർഫ്യൂം യൂസ് ചെയ്താലും സിവിയർ ആയിട്ട് മൈഗ്രെയിൻ ഉള്ളവർക്ക് അതൊരു ട്രിഗറിങ് ഫാക്ടറായിട്ട് മാറാറുണ്ട്. സ്മോക്ക് ചെയ്യുന്ന സ്മെല്ലും ട്രിഗറിങ് ഫാക്ടർ തന്നെയാണ്. ചിലർക്ക് എക്സ്പോഷർ ടു കോൾഡ്, അതായത് അധികമായിട്ടുള്ള തണുപ്പിനോടുള്ള എക്സ്പോഷർ ആയിരിക്കും ട്രിഗർ ചെയ്യുന്നതെങ്കിൽ മറ്റു ചിലർക്ക് വെയിലേൽക്കുമ്പോഴായിരിക്കും ഇത് ട്രിഗർ ചെയ്യപ്പെടുന്നത്. അതുപോലെ ട്രാവൽ ചെയ്യുന്നത് ഒരു ട്രിഗറിങ് ഫാക്ടറാണ്. എസ്പെഷ്യലി കുറച്ചധികം ദൂരം ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ ചിലരിൽ മൈഗ്രെയിൻ ട്രിഗർ ചെയ്യപ്പെടാറുണ്ട്. അതേപോലെ തന്നെയാണ് ഉറക്കം ചിലർക്ക് ഉറക്കളച്ച് കഴിയുമ്പോൾ, രാത്രിയൊക്കെ ഉറക്കളച്ച് കഴിയുക അല്ലെങ്കിൽ താമസിച്ചുറങ്ങുക, ഇങ്ങനെയുള്ള കാരണങ്ങൾ മൈഗ്രെയിനെ ട്രിഗർ ചെയ്യുമ്പോൾ മറ്റു ചിലർക്ക് പകൽ കിടന്നുറങ്ങുക അല്ലെങ്കിൽ അധികമായിട്ട് ഉറങ്ങുക എന്നുള്ള കാരണം കൊണ്ട് മൈഗ്രെയിൻ ട്രിഗർ ചെയ്യപ്പെടാറുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ വെതർ ചേഞ്ചസ്, അതായത് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ മൈഗ്രെയിൻ്റെ ഒരു ട്രിഗറിങ് ഫാക്ടറാണ്. ചിലർക്ക് മഴക്കാലത്തായിരിക്കും, ചിലർക്ക് വേനൽക്കാലത്തായിരിക്കും. അങ്ങനെ അത് ട്രിഗറിങ് ഫാക്ടറായിട്ട് ആക്ട് ചെയ്യാറുണ്ട് വെതർ ചേഞ്ചുകൾ. ഇനി നോക്കുകയാണെങ്കിൽ എക്സസീവായിട്ട് ചെയ്യുന്ന എക്സസൈസ്, അധികമായിട്ട് ചെയ്യുന്ന വ്യായാമം, അതുപോലെ തന്നെ സെക്ഷൽ ആക്റ്റുകളും ചിലപ്പോൾ മൈഗ്രെയിനെ ട്രിഗർ ചെയ്തേക്കാം. അപ്പം ഓരോരുത്തർക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രിഗറിങ് ഫാക്ടേഴ്സിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ അതിനെ ട്രിഗർ ചെയ്യുന്ന ഫാക്ടർ എന്താണെന്ന് കണ്ടെത്തുകയും അത് ഒഴിവാക്കുകയും അല്ലെങ്കിൽ കുറയ്ക്കുകയെങ്കിലും ചെയ്യേണ്ടത് അത്രയധികം അത്യാവശ്യമാണ്. അടുത്തായിട്ട് നമുക്ക് മൈഗ്രെയിൻ ഹെഡേക്സ് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യപ്പെടുന്നത് നോക്കാം. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതുപോലെ തന്നെ അത് പേഷ്യൻ്റ് ടു പേഷ്യൻ്റ് അതിൻ്റെ പ്രസൻറ്റേഷനിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. എന്നാലും പൊതുവേ മൈഗ്രെയിൻ 4 ഫേസുകളായിട്ടാണ് പ്രസൻറ്റ് ചെയ്യപ്പെടാറുള്ളത്. അതിൽ ഒന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് ഒരു പൂർവ്വരൂപങ്ങളുടെ അവസ്ഥയാണ്, അതായത് ഒരു പ്രോഡ്രോമൽ ഫേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഈ പ്രോഡ്രോമൽ ഫേസ് യൂഷ്വലി ശരിക്കുള്ള തലവേദന തുടങ്ങുന്നതിന് മുമ്പ് ഒരു 24 മുതൽ 48 മണിക്കൂർ മുമ്പ് വരെയൊക്കെ ആയിട്ട് നീണ്ടു നിൽക്കുന്ന തരത്തിലാണ് കാണാറുള്ളത്. എല്ലാവരിലും ഇത് കാണണമെന്നില്ല, ഏകദേശം ഒരു 77% ആൾക്കാരിലും ഇത് കണ്ടുവരുന്നുണ്ട്. അതിൽ കാണുന്ന ലക്ഷണങ്ങളും എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാവണമെന്നില്ല, ഈ പറയുന്ന ലക്ഷണങ്ങളിൽ ചിലതായിരിക്കും ചിലപ്പോൾ പ്രസൻറ്റ് ചെയ്യപ്പെടുന്നത്. അതായത് ചിലർക്ക് അത്യധികമായിട്ടുള്ള ക്ഷീണം തോന്നും, അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ചിലർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു എനർജി ആയിരിക്കും ചിലപ്പോൾ ഫീൽ ചെയ്യുന്നത്. പിന്നെ അധികമായിട്ട് കോട്ട് വായിടുന്നത് പോലെ, പിന്നെ അത്യധികമായിട്ട് വെട്ടി വിയർക്കുക, ഒരുപാട് ദാഹം തോന്നുക, പിന്നെ നമുക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവുക, ലൈറ്റിനോടും സൗണ്ടിനോടും ഒക്കെ ഉള്ള ഒരു ഇറിറ്റേഷൻ ഉണ്ടാവാം. അതുപോലെ നമുക്ക് ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാണ്ട് വരിക,
പ്രത്യേകിച്ച് കാഴ്ച, വിഷനിൽ ഇങ്ങനെ കോൺസെൻട്രേഷൻ, ഫോക്കസ് നഷ്ടപ്പെടുന്നത് പോലെ തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടാവാം. പിന്നെ നീര്, ചിലപ്പോൾ കാലിലോ അല്ലെങ്കിൽ മുഖത്തോ ഒക്കെ ആയിട്ട് നീരുള്ളത് പോലെ തോന്നാം, അധികമായിട്ട് തണുപ്പ് തോന്നാം. ഇങ്ങനെയൊക്കെയുള്ള ഒരു വേഗമായിട്ടുള്ള സിംറ്റംസ് ആണ് ഈ ഒരു പ്രോഡ്രോമൽ ഫേസിൽ ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫേസ് ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്താ, ഈ നെക്സ്റ്റ് ഒരു 2 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ മൈഗ്രെയിൻ ഹെഡേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് എല്ലാവരിലും കാണണം എന്നില്ല. ഓക്കെ, അതാണ് ഫേസ് 1. അടുത്ത് നമ്മൾ ഫേസ് 2 നോക്കുകയാണെങ്കിൽ അത് വളരെ കുറച്ച് ആളുകളിൽ മാത്രം കണ്ടുവരുന്ന ഒരു 25% പേരിൽ മാത്രമാണ് രണ്ടാമത്തെ ഫേസ് കാണാറുള്ളൂ. അതായത് ഫേസ് ഓഫ് ഓറ ഫേസ് എന്ന് പറയും. ഇത് മിക്കവാറും മൈഗ്രെയിൻ ഹെഡേക്സിൻ്റെ ഒപ്പമോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മണിക്കൂർ മുമ്പോ ഒക്കെ ആയിട്ടായിരിക്കും ഓറ ഫേസ് ഉണ്ടാവുന്നത്. അതിൽ പ്രധാനമായിട്ട് നമ്മളുടെ ന്യൂറോ വാസ്കുലർ ചേഞ്ചസ് നടക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുടെ പ്രത്യേകത ഈ പറഞ്ഞതുപോലെ ഒരു മണിക്കൂറിൽ താഴത്തേക്ക് മാത്രമേ നീണ്ടു നിൽക്കുള്ളൂ. അത് അപ്പം തന്നെ സ്വന്തമായിട്ട് നിൽക്കും. അതായത് റിവേഴ്സിബിൾ ആയിട്ടുള്ള ലക്ഷണങ്ങളാണ് അതിൽ കണ്ടുവരുന്നത്. പല തരത്തിലായിരിക്കും അത് പ്രസൻറ്റ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകുന്നത് വിഷ്വൽ ഓറയാണ്. അതായത് നമ്മുടെ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഓറ. അതിൽ ചിലർക്ക് അതിൽ കണ്ണിൻ്റെ മുമ്പിൽ, ശരിക്കും അങ്ങനെ ഒരു കാര്യം ഇല്ലെങ്കിലും കണ്ണിൻ്റെ മുമ്പിലായിട്ട് ബ്രൈറ്റ് ലൈറ്റ്സോ ലൈൻസോ അല്ലെങ്കിൽ ഷേപ്സോ ഒക്കെ ഉള്ളതുപോലെ തോന്നാം, അല്ലെങ്കിൽ ഇല്ലാത്തൊരു കാര്യം കാണുന്നത് പോലെ തോന്നാം. ചിലപ്പോൾ ശരിക്കുമുള്ള ഒരു ഭാഗം വിഷൻ ബ്ലാക്ക് ഔട്ടായിട്ട് പോയിട്ട് ഒന്നും കാണാണ്ടിരിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടാവാറുണ്ട്. അതുപോലെ ഇനി കേൾവിയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന ഓഡിറ്ററി ഓറ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുന്നത് പോലെ തോന്നാം, ചെവിയിൽ ഇങ്ങനെ തുടർച്ചയായിട്ടൊരു മുളക്കം പോലത്തെ ശബ്ദം കേൾക്കുക, അല്ലെങ്കിൽ ശരിക്കുമുള്ള ശബ്ദം കേൾക്കാണ്ടിരിക്കുക. ഇങ്ങനത്തെ രീതിയിലാണ് ഓഡിറ്ററി ഓറകൾ ഉണ്ടാകുന്നത്. അതുപോലെ നമ്മളുടെ ടച്ചുമായിട്ട് ബന്ധപ്പെട്ട് പറയുവാണെങ്കിൽ നമ്മളുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ടോ അല്ലെങ്കിൽ ശരിക്കും അങ്ങനെ ഒരു ടച്ച് ഇല്ലെങ്കിലും അവിടെ എന്തെങ്കിലും ഒരു ഇക്ലി സെൻസേഷൻ ഉള്ളതുപോലെ തോന്നാം, പാരസ്റ്റീഷ്യ പോലത്തെ ഒരു ഫീലിങ്സ് ഉണ്ടാവാം. അതേപോലെ ഓപ്പോസിറ്റായിട്ട് ചിലപ്പോൾ ശരിക്കുമുള്ള ടച്ച് സെൻസേഷൻ അറിയാണ്ടും ഇരിക്കാം. സ്മെല്ലുമായിട്ട് ബന്ധപ്പെട്ടും ഇല്ലാത്ത സ്മെല്ലുകൾ നമുക്ക് അധികമായിട്ട് തോന്നാം. അതുപോലെ ശരിക്കും ഉള്ള സ്മെല്ലിനെ ഐഡൻറ്റിഫൈ ചെയ്യാതിരിക്കുക, അറിയാതെ തന്നെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ ചലിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ശരിക്കും കുറച്ച് ഭാഗത്തിൻ്റെ ചലനശേഷി നഷ്ടപ്പെടുന്നത് പോലെയോ ഒക്കെ ഇത് പ്രസൻറ്റ് ചെയ്യപ്പെടാറുണ്ട്. ഇത് വളരെ കുറച്ച് ആളുകൾ, ഓൾറെഡി പറഞ്ഞ പോലെ 25% ആൾക്കാരിൽ മാത്രമാണ് ഒരു ഓറ ഫേസ് കണ്ടുവരാറുള്ളത്. അത് ഏകദേശം ഒരു മണിക്കൂറിൽ താഴെ മാത്രം നീണ്ടു നിൽക്കുന്നതാണ്. അത് തന്നെത്താനെ തന്നെ അതങ്ങ് റിസോൾവ് ആയിട്ട് പോവുകയാണ് ചെയ്യാറുള്ളത്. ചിലർക്ക് അത് തലവേദനയുടെ ഒപ്പമായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് ഫേസ് 2. ഫേസ് 3 എന്ന് പറയുന്നതാണ് ശരിക്കുള്ള തലവേദനയുടെ ഒരു ഫേസ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ ലക്ഷണങ്ങൾ തന്നെയാണ്. യൂണിലാറ്ററലായിട്ട് ഒരു വശത്ത് മാത്രം ഉണ്ടാകുന്ന തലവേദന, ഒരു ത്രോബിംഗ് പോലെ, പൾസേഷൻസ് പോലെ ഉണ്ടാകുന്ന തലവേദന ചിലപ്പോൾ മണിക്കൂറുകളോളം മാത്രം, ചിലപ്പോൾ ദിവസങ്ങളോളം നീണ്ടു നിന്നേക്കാം. അത്തരത്തിലുണ്ടാകുന്നതും അതിനോടനുബന്ധമായിട്ട് ഈ പറഞ്ഞതുപോലെ നോസിയ, അതായത് ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി, ഛർദ്ദിൽ ലൈറ്റിനോടും സൗണ്ടിനോടും ഒക്കെയുള്ള ഇറിറ്റേഷൻസ്, വളരെയധികമുള്ള ക്ഷീണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ അവർക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുട്ടായിരിക്കും കൂടുതൽ താല്പര്യം ഉണ്ടാകുന്ന അത്തരത്തിലുള്ള പേഷ്യൻസിന്. അതൊക്കെയാണ് ആ തലവേദനയുടെ ഫേസാണ് ഫേസ് 3 ആയിട്ട് പ്രസൻറ്റ് ചെയ്യപ്പെടാറുള്ളത്. അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് പേഷ്യൻ്റ് ടു പേഷ്യൻ്റ് നല്ലോണം വേരി ചെയ്യാറുമുണ്ട്. ഫേസ് 4 എന്താണ്? ഫേസ് 4 എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള തലവേദനയുടെ ഫേസ് 3ക്ക് ശേഷം വരുന്നൊരു പീരീഡാണ്. എന്ന് പറയുമ്പോൾ അതിൽ ശരിക്കും ഉണ്ടാകുന്നത് നമുക്ക് ഏത് വശത്താണോ തലവേദന ഉണ്ടായിരുന്നത് ആ ഭാഗത്ത് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള മൂവ്മെൻറ്റ്സ്, അനക്കം വന്നു കഴിയുമ്പോൾ അതേ ഭാഗത്തിന് വേദന ഉണ്ടാകുന്ന ഒരവസ്ഥ, നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരിക, വളരെയധികം ക്ഷീണം ഉണ്ടാവുക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് ഈ ഫേസ് 4 കണ്ടുവരാറുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മൈഗ്രെയിനെ പറ്റി ആയുർവേദം എന്ത് പറയുന്നു? ആയുർവേദത്തിൽ അർത്ഥാവഭേദകം എന്ന പേരിലാണ് ഈ അസുഖം പ്രതിപാദിച്ചിട്ടുള്ളത്. ഇതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങളും ലക്ഷണങ്ങളും ചികിത്സയും പറയപ്പെട്ടിട്ടുണ്ട്. ശരിക്കുള്ള മൈഗ്രെയിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ്? നിങ്ങൾക്കുള്ള ട്രിഗറിങ് ഫാക്ടേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അത് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ. പിന്നെ നിങ്ങൾ താൽക്കാലികമായിട്ട് പെട്ടെന്നുള്ള ശമനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പെയിൻ കില്ലേഴ്സാണ് യൂസ് ചെയ്യുക, അല്ലേ? പക്ഷേ ശരിക്കും അങ്ങനെയാണോ? ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ന്യൂറോളജിക്കൽ കണ്ടീഷനാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ താൽക്കാലിക ശമനത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു പെയിൻ കില്ലർ കഴിച്ചതുകൊണ്ട് അതിൻ്റെ ആ ഒരു പത്തോളജി കറക്റ്റ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ വരുന്ന പ്രശ്നം എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത് തന്നെയാണ് ശാശ്വതമായിട്ടുള്ള പരിഹാരം ആഗ്രഹിക്കുന്നവർക്കുള്ള ചികിത്സ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഡോക്ടേഴ്സിനെ പോയി കണ്ട് പേഴ്സൺ ടു പേഴ്സൺ അത് ഓൾറെഡി വേരി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആയുർവേദത്തിൽ ഇത് ട്രീറ്റ് ചെയ്യുന്നത് ഓരോ രോഗിയുടെയും അവസ്ഥയും അതിൽ ദോഷങ്ങളുടെ ബേസിസിലൊക്കെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പേഷ്യൻറ്റിനെയും അനലൈസ് ചെയ്തിട്ട് എന്താണ് അതിൻ്റെ നിദാനം, അതായത് കാരണങ്ങൾ എന്താണെന്നുള്ളത് കണ്ടെത്തി അതിനെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യുക. അതിന് പലതരത്തിലുള്ള ചികിത്സകൾ വരുന്നുണ്ട്. ശോധന ചികിത്സയായിട്ട് വിരേചനം, അതുപോലെ നസ്യ മുതലായിട്ടുള്ള ചികിത്സകളും പിന്നെ ശമന ചികിത്സയായിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് മരുന്ന് കഴിക്കുന്നതും ഒക്കെ വരുന്നത്. അതും ഈ പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഒരു മരുന്ന് കഴിച്ചു, അപ്പോൾ അവർക്ക് ആ തലവേദന മാറി എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അതായിരിക്കണം എന്നില്ല മരുന്ന്. അപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് വേണം നിങ്ങൾ മരുന്നുകൾ കഴിക്കാനായിട്ട്. ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.